ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ഓപ്പണിങ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഹമദു ഹോസ്പിറ്റലിലേക്കാണ് വേക്കൻസി ഇട്ടിരിക്കുന്നത്. ജസീന ഹ്യൂമൻ റിസോഴ്സ് ആണ് കേട്ടോ. IT റിലേറ്റഡ് വേക്കൻസീസ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ കാരണം വീഡിയോ ഇട്ട് 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം, എന്നെങ്കിലേ അതിന് കാര്യമുള്ളൂ. ഒത്തിരി പേര് ആപ്ലിക്കേഷൻ അയക്കുന്നില്ലേ. അതുപോലെ തന്നെ എന്നെ ഫോളോ ചെയ്യാതെ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല നിങ്ങളുടെ കമൻറ്റ്. അപ്പോൾ ഞാൻ റിപ്ലൈ തന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച് എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഹമദ് ഹോസ്പിറ്റലിൻ്റെ വേക്കൻസി നോക്കാം കേട്ടോ. പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജസീന ഹ്യൂമൻ റിസോഴ്സ് ആണ്. അവരുടെ സൈറ്റിൽ കിടപ്പുണ്ട് വേക്കൻസി ഒക്കെ. എല്ലാ IT റിലേറ്റഡ് ജോബ്സ് ആണ് കേട്ടോ. അപ്പം 14ഓളം വേക്കൻസീസ് ആണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും നല്ല അടിപൊളി സാലറി ഒക്കെ ആയിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. അവർ പറയുന്നുണ്ട് ഇത് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ഖത്തറിലേക്കാണെന്ന് അവരുടെ സൈറ്റിലുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് 1 by 1 നോക്കാമേ. ഒന്നാമത്തെ വേക്കൻസി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ടെക്നോളജി കൺസൾട്ടന്റ് എന്നുള്ളതാണ്. എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഓർ റിലേറ്റഡ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ബാച്ചിലർ ഡിഗ്രി ഉള്ളവരും അതുപോലെ തന്നെ 10 വർഷം IT കൺസൾട്ടിങ് ഓർ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഹെൽത്ത് കെയർ ടെക് ഇതിലൊക്കെ 10 വർഷത്തെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ 4 വർഷത്തെ AI ML ഇംപ്ലിമെന്റേഷൻ ഇതൊക്കെയാണ് അവരുടെ എക്സ്പീരിയൻസിന്റെ റിക്വയർമെന്റ്സിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. AWS അതിന്റെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയാലോ. അതിൽ കുറച്ച് സർട്ടിഫിക്കേഷൻസിന്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ വേണ്ടവർ കമന്റ് അയക്കാൻ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. നല്ല അടിപൊളി സാലറി ഒക്കെയാണ് അവർ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 44,627 ഖത്തർ റിയൽ ആണെന്ന് അവരതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫാമിലി അലവൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പോസ്റ്റിന്റെ പേര് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ടെക്നോളജി കൺസൾട്ടന്റ്. രണ്ടാമത്തത് എന്റർപ്രൈസ് ആർക്കിടെക്ട് ആണ്. അതിന്റെ എഡ്യൂക്കേഷൻ ബാച്ചിലർ ഡിഗ്രിയാണ്. ആർക്കിടെക്ചറിലുള്ള ബാച്ചിലർ ഡിഗ്രിയും സർട്ടിഫിക്കേഷനും ചോദിച്ചിട്ടുണ്ട്. 9 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ 5 ഇയേഴ്സ് ഹെൽത്ത് കെയർ എന്റർപ്രൈസ് ആർക്കിടെക്ചറിലുള്ള എക്സ്പീരിയൻസ് അവർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പോസ്റ്റ് എന്റർപ്രൈസ് ആർക്കിടെക്ചർ ആണ്. അതുപോലെ തന്നെ സെയിം നല്ല അടിപൊളി സാലറിയും അലവൻസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇതുപോലെ എന്റർപ്രൈസ് ആർക്കിടെക്റ്റിന്റെ ജോലി നോക്കുന്നവര് ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഇൻഫർമേഷൻ വേണമെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാമേ. മൂന്നാമത്തെ വേക്കൻസി ക്ലൗഡ് ആർക്കിടെക്റ്റിന്റെ ആണ്. എഡ്യൂക്കേഷൻ ബാച്ചിലർ ഡിഗ്രി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ബാച്ചിലർ ഡിഗ്രി പ്ലസ് സർട്ടിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. 9 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ 5 വർഷം ഹെൽത്ത് കെയർ ക്ലൗഡിൽ ഉള്ള എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ അത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ റെഫർ ചെയ്യുക കേട്ടോ. അപ്പോൾ മൂന്നാമത്തത് ക്ലൗഡ് ആർക്കിടെക്ട്. നാലാമത്തത് ക്ലൗഡ് സ്പെഷ്യലിസ്റ്റിന്റെ ആണ്. എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ബാച്ചിലർ ഇൻ CS ഓർ റിലേറ്റഡ് ഫീൽഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 7 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടിപൊളി സാലറിയാണ് അതിനും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അക്കോമഡേഷനും ഫാമിലി അലവൻസ് ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ക്ലൗഡ് സ്പെഷ്യലിസ്റ്റ്. അടുത്തത് സർണർ ഓർ ഒറാക്കിൾ ഫ്യൂഷൻ സൊല്യൂഷൻ ആർക്കിടെക്ട്. എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ബാച്ചിലർ ആണ് അല്ലെങ്കിൽ റിലേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സർട്ടിഫിക്കേഷനും വേണം. 9 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. 5 വർഷത്തെ സർണർ അല്ലെങ്കിൽ ഫ്യൂഷൻ ആർക്കിടെക്ചറിലുള്ള എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സർണർ അല്ലെങ്കിൽ ഒറാക്കിൾ ഫ്യൂഷൻ സൊല്യൂഷൻ ആർക്കിടെക്ട്. ആറാമത്തത് AI ആൻഡ് ഡാറ്റ ഓർ ML എഞ്ചിനീയർ. അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ബാച്ചിലർ ഡിഗ്രിയാണ് പ്ലസ് AI അല്ലെങ്കിൽ ML ഡാറ്റ സയൻസ് സർട്ടിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. 9 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. AI
ആൻഡ് ഡാറ്റ ML എഞ്ചിനീയർ. ഏഴാമത്തത് സീനിയർ പ്രോഗ്രാം മാനേജർ. അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ബാച്ചിലർ ഡിഗ്രി തന്നെയാണ്. സർട്ടിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. 9 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5 years കോംപ്ലക്സ് ഹെൽത്ത് കെയർ IT പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സീനിയർ പ്രോഗ്രാം മാനേജർ കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വേക്കൻസി, 8ാമത്തെ വേക്കൻസി സർവീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ്. അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ് ബാച്ചിലർ ഡിഗ്രി പ്ലസ് IS അല്ലെങ്കിൽ റിലേറ്റഡ് MBA. ഇതാണ് അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സർവീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, അതാണ് ആ പോസ്റ്റിന്റെ പേര്. 7 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ 3.5 വർഷം ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വെൻഡർ മാനേജ്മെന്റിലൊക്കെയുള്ള എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. CT, PE, CCMA, IT, IL അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ 9ാമത്തെ വേക്കൻസി ഡാറ്റാബേസ് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ് ബാച്ചിലർ ഡിഗ്രി പ്ലസ് റിലേറ്റഡ് സർട്ടിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. 7 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 5 വർഷം, അതിൽ 5 വർഷം ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഒറാക്കിൾ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സർട്ടിഫിക്കേഷൻ ഒക്കെ അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക കേട്ടോ. 10ാമത്തത് ഇൻട്രോപെറബിലിറ്റി മാനേജർ. അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ബാച്ചിലർ ഡിഗ്രി ആണ്. EA ക്ലൗഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 9 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. 11ാമത്തെ ഇന്റർഫേസ് സ്പെഷ്യലിസ്റ്റ് ആണ്. എഡ്യൂക്കേഷൻ ബാച്ചിലർ ഡിഗ്രി പ്ലസ് HL7 API എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാലോ. അപ്പൊ ഇന്റർഫേസ് സ്പെഷ്യലിസ്റ്റ് ആണ്. 7 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് HICT അനലിസ്റ്റ് ആണ്. എഡ്യൂക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലുള്ള ബാച്ചിലർ ഡിഗ്രി ഉള്ളവര് പ്ലസ് 6 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അതില് അല്ലെങ്കിൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് പ്രൊവൈഡിംഗ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ടെക്നിക്കൽ സപ്പോർട്ട്. HICT അനലിസ്റ്റ് കേട്ടോ. അടുത്തത് HICT സ്പെഷ്യലിസ്റ്റിന്റെ ചോദിച്ചിട്ടുണ്ട്. ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ 7 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പ്രൊവൈഡിംഗ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ടെക്നിക്കൽ സപ്പോർട്ട്. ഇതൊക്കെയാണ് അതിന്റെ എക്സ്പീരിയൻസ് റിക്വയർമെന്റ്സ് കേട്ടോ. 14ാമത്തത് ടെക്നിക്കൽ സിസ്റ്റം പ്രൊജക്ട് കോർഡിനേറ്റർ. ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, MIS ഓർ റിലേറ്റഡ് ഫീൽഡ്, 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ IT റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് നോക്കുന്ന ആൾക്കാരൊക്കെ ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. ഹമദ് ഹോസ്പിറ്റലിലേക്കാണ്, ഖത്തറിലേക്കാണ്. അപ്പൊ എല്ലാവരും ഓടിപ്പോയി അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.